ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു വർഷങ്ങളുടെ ബന്ധമാണ് സുന്ദർദാസ് സാറായിട്ട്. സാധാരണ സിനിമയിൽ എല്ലാവരും പറയും വന്ന വഴി മറക്കുന്നവരാണ് സിനിമാക്കാരെന്ന് പറയുന്നത് ഒരു പൊതുവേ ഉള്ളൊരു ഇതുണ്ട്. അപ്പോൾ ദിലീപൻ്റെ ഡേറ്റിനായി ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ പുതിയതായും പഴയതായും ആൾക്കാർ ഇഷ്ടം പോലെ ഡയറക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സുന്ദർദാസ് സാറുമായിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വരുന്നത്. സാധാരണ ദിലീപേട്ടൻ കൂടെ നിൽക്കുന്നവരെയൊക്കെ സഹായിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മറക്കാറില്ല വഴി എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിനോട് ദിലീപേട്ടൻ്റെ ഒരു രീതി? അല്ല, എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു പരിധിവരെയൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പഴയ സഹായം എന്നുള്ള വെച്ചാൽ കഴിവുള്ള ആളാണ്. കഴിവുള്ള ആളുകൾ നല്ല സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവർ സിനിമയിൽ സജീവമായി നിൽക്കണം. കാരണം നമ്മൾ ഓരോ വഴിത്തിരിവിലും നമ്മളെ സഹായിക്കുന്ന ഒരുപാട് പേര് സിനിമയിലുണ്ട്. നമ്മുടെ സീനിയേഴ്സാവാം, നമ്മുടെ സുഹൃത്തുക്കളാവാം. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് സപ്പോർട്ടിലൂടെ വന്ന ഒരാളാണ്. ഇവരെല്ലാവരും എന്നോട് ഒരു ഈഗോവും കാണിക്കാതെ ഭയങ്കരമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കും എൻ്റെ കരിയറിലും ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല ആൾക്കാരുമായിട്ട് കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളും ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകളാണ്. ഇപ്പോൾ സുന്ദർജി ഞാനും കൂടി ഒരുമിച്ച് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റാണ്. അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ സംഭവിച്ചാണ് ഇപ്പോൾ നടക്കേണ്ട സമയത്ത് ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഉള്ള വിഷയമാണ്. അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനിടയിലാണ് അടൂർ സാറിൻ്റെ പിന്നെയും എന്ന് പറയുന്ന മൂവി. ആ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് വീണ്ടും വന്നത് ഇത് വെൽക്കം ടു. രണ്ടും രണ്ട് ക്ലാസ് റൂമുകളാണ്. അതെ അതെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല, അടൂർ സാറിൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ കുറേ പൈസ കൊണ്ടിട്ട് അടൂർ സാറിനോട് ഒരു സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും സാറ് ആ വഴിക്ക് വരില്ല. നമുക്ക് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പഞ്ചാബി ഹൗസ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അടൂർ സാറിനെ കാണാൻ ആഗ്രഹിക്കണം. നമ്മളൊക്കെ ഇവിടെ ഒരു നടനുണ്ട്, ഇങ്ങനെ അഭിനയിക്കാൻ നടക്കുന്നുണ്ട്. സാറ് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഞാൻ മധുബാൽ, നമ്മുടെ ഡയറക്ടർ മധുബാൽ, ആക്ടർ മധുബാലിനെ വിളിച്ചിട്ട് ആണ് ഒരു അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് ഞാൻ പുള്ളിനെ കാണാൻ പോയത്. മധുബാൽ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം ഞാൻ സാറിനെ കാണാൻ പോയി. ഞാൻ അങ്ങനെ ചെന്ന് പറഞ്ഞു എൻ്റെ പേര് ദിലീപ് എന്നാണ്, അപ്പോൾ ഞാൻ അഭിനയിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളിയെല്ലാം കേട്ടിട്ട് വെച്ചു, നിങ്ങൾക്ക് വേറെ പേരില്ലേ ഗോപാലകൃഷ്ണനും കൂടി? ഞാൻ അങ്ങനെ പുള്ളി എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എല്ലാവരെ കുറിച്ച് എന്നുള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ചെയ്യാം, നല്ല സംഭവങ്ങൾ എന്തെങ്കിലും വരട്ടെ. പക്ഷേ ഞാൻ കമൽ സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളിത് കാണുന്നുണ്ട് സ്ഥിരം. ചില ആളുകളെ വിഷമിപ്പിക്കാതെ സാറ് പറഞ്ഞു വിടുന്നൊക്കെ കാണാം. അല്ല, നമുക്ക് നോക്കാടുത്തതിൽ ചില ആൾക്കാർക്ക് അവസരം കിട്ടും, ചിലത് കിട്ടില്ല, ചിലപ്പോൾ അത് വിട്ടുപോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. പക്ഷേ ഓർക്കപ്പുറത്ത് പെട്ടെന്നൊരു വിളി വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ നമ്മൾ അല്ല, ഞാനിങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിലെ ഞാൻ വിചാരിക്കുന്ന ഒരു കഥാപാത്രം ദിലീപാണ് ചെയ്യുന്നത്. സാർ ഒരു ഷോട്ടാണെങ്കിലും ഞാൻ അഭിനയിക്കാനുണ്ട്. കാരണം ലോക സിനിമയുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റീജിയണൽ ലാംഗ്വേജിൽ നിന്ന് സത്യജിത് റേ, അടൂർ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ആ ലെവലിലൊരു, അത് മലയാളികളുടെ ഒരു അഹങ്കാരമായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം അങ്ങനെ ആയിരിക്കും ഒരു സിനിമയിൽ നിന്നല്ല. ഈ 40-50 വർഷത്തിനിടയിൽ പുള്ളി ആകെ 12 ഡോക്യുമെൻ്ററികളടക്കം 12 സിനിമ ചെയ്തിട്ടുണ്ട്. 12ാമത്തെ സിനിമയാണ് പിന്നെ. അപ്പം അതിലൊരു വേഷം അഭിനയിക്കാൻ എന്നെ വിളിച്ചു എന്ന് പറയുന്നത് തന്നെ, കാരണം നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമകൾ അഭിനയിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വലിയ സന്തോഷമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നല്ല ഫ്രീഡം മീൻസ് നമുക്ക് എന്തും പറയാം. നമ്മൾ നല്ല കംഫർട്ട് സോണിലാണ് ഞാൻ വർക്ക് ചെയ്തത്. സത്യം പറഞ്ഞാൽ സാറിൻ്റെ അടുത്ത് പോകുന്നപ്പോൾ സാറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക എന്ന് പറയുന്നൊരു ഫീലുണ്ട്. കാരണം അത്രയും രസകരമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അങ്ങനെ സ്ക്രിപ്റ്റൊന്നും ആർക്ക് കൊടുക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് കറക്റ്റ് ഉത്തരം പറഞ്ഞ് തരുന്ന ഒരാളാണ്. പക്ഷെ ആ പലരും ചോദിക്കുന്നില്ല പേടിച്ചിട്ട് എന്ന് പറയുന്നൊരു വിഷയമാണ്. പക്ഷെ അതൊക്കെ പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ല, സാറെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ബഹുമാനത്തിന്റെ പുറത്ത് ഇത് എങ്ങനെ ചോദിക്കും എന്നുള്ള ഒരു മടിയുടെ പുറത്തായിരിക്കും പലർക്കും. എങ്ങനെ എടുക്കും എന്നറിയില്ല, അതുകൊണ്ടായിരിക്കും. ഇത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംശയം തോന്നിയ, കാരണം അത് വേറെ സ്കൂളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ദിവസങ്ങളിൽ നമ്മൾ സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങാന്ന് പറയും. വേറെ ഒരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നോക്കാൻ അവിടെ ഫൈനൽ വേർഡ് എന്തിൻ്റെ ഇതും സാറാണ്. അവന് സാറെന്ത് പറയണു നമ്മളോട് ചെല്ലുന്നു, ചെയ്യുന്നു, പോരും എന്ന് പറയുന്നൊരു ഒരു ഷൂട്ടിംഗ് നടക്കുന്ന ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഫുൾ കുറേ ആളുകൾ ഇങ്ങനെ ഇരുന്നിട്ട് അതിലേക്ക് ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുക എന്ന് പറയില്ലേ. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ടാവും,
ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഭയങ്കര വിളികളും സംസാരവും കാര്യങ്ങളും എന്തൊക്കെയോ നടക്കുന്നുണ്ടാവും. കുറച്ച് ആൾക്കാർ മാത്രം ഇവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള മറ്റതങ്ങനെയല്ല, എല്ലാ ആളുകളും ഇതിന്റെ ഭാഗമായിട്ട് എന്താ നടക്കണേ എന്നുള്ളതാണ്. പല ആളുകളും ഇപ്പം ഞാനടക്കം ഉള്ള ആളുകൾ സിനിമാ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടപ്പോഴാണ് ഇങ്ങനെയായിരുന്നല്ലേ. കാരണം ആ സിനിമ ഫുൾ കൺസീവ് ചെയ്തിരിക്കുന്നത് അടൂർ സാറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെയും മൂവി സാറിൻ്റെ ഒരു 6 വർഷത്തെ സ്വകാര്യ ദുഃഖമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ്. ഇപ്പോൾ ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞു, അതിന് മുൻപ് എപ്പോഴെങ്കിലും ദിലീപേട്ടനോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു കാര്യം ഇത് സ്വന്തം ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുന്നതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാർ? അല്ല, ആ എക്സ്പീരിയൻസ് സാറ് അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല അതിൻ്റെ കാര്യം. പക്ഷെ എനിക്ക് തോന്നിയത് ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഞാനിപ്പോൾ ഈ വെൽക്കം ടു സെൻട്രൽ ഷൂട്ടിങ്ങിന് ചെന്നതും കൂടി കണക്ട് ചെയ്തിട്ട് പറയുകയാണ്. കാരണം നമ്മളെപ്പോഴും ഒരാൾ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ക്രിമിനലാണ് എന്നുള്ള രീതിയിൽ അയാളുടെ പുറകെ അയാളെ വേട്ടയാടാൻ പോകുക എന്ന് പറയുന്ന ഒരു പടവുണ്ട്. ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ക്രൈമാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ടാവാം, അറിയാതെ ആവാം, ക്രൈം എന്ന് പറഞ്ഞാൽ ക്രൈം തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. തെറ്റാണ്. പക്ഷേ ആ തെറ്റ് ചെയ്ത ആളുടെ കുടുംബം, അവരാണ് ഇരകളാവുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു കൊലപാതകം നടക്കണമെങ്കിൽ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം, ഈ 2 കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്ന വിഷയം പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്നുണ്ട്. പക്ഷെ സാറ് ക്യാമറ തിരിക്കുകയും ചെയ്തത് ആ കുടുംബത്തിലേക്കാണ് സാറ് ക്യാമറ വെച്ചത്. അവിടെയാണ് പെയിൻ ഉണ്ടായത്. നമ്മളൊക്കെ കൊമേഴ്ഷ്യലായി ഇതിനകത്ത് മറ്റാളുടെ പുറകെ പോകും, അതിന് വേറെ എന്താ അത് മറിച്ചൊന്നും. പക്ഷെ ഇപ്പം ഒരു വിഷയം പറയാം, പല വിഷയങ്ങളും നാട്ടിലടക്കുമ്പോഴും നമ്മൾ മീഡിയാസ് എല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ മീഡിയാസിലാണ് അറിയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇരകൾ സത്യസന്ധരായിട്ടുള്ള ഇരകൾ, ഒരാൾ ക്രൈം ചെയ്ത് ജയിലിൽ പോയപ്പോൾ നല്ല ഭക്ഷണമൊക്കെയാണ് അവിടെ, അതുകൊണ്ട് അവിടെ. പക്ഷേ പുറത്തുള്ള ഇവരുടെ ഒരു അവസ്ഥയുണ്ട്, ആ അവസ്ഥ നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം അതിലേക്കാണ് സാറ് ക്യാമറ വെച്ചപ്പോഴാണ് തിയേറ്ററിൽ ചെറുതായിട്ട് ആളുകളുടെ കണ്ണ് നിറഞ്ഞത്. അതിപ്പോ ഈ സിനിമയും കൂടി ചെയ്തപ്പോൾ നമുക്കത് മനസ്സിലായി. നമ്മൾ തെറ്റ് ചെയ്ത ആൾക്കാരെ ന്യായീകരിക്കല്ല, അത് ഞാൻ പറഞ്ഞത്. ക്രൈം തന്നെയാണ് അത്. ഓക്കെ, അത് ഫേറ്റ്, ഞാൻ പറഞ്ഞത് ഇത് ഡെസ്റ്റിനിയാണ്. ഒരാൾ ഇപ്പോൾ പറയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ പറയും, ചില ദിവസം നമ്മൾ കോടതി സീനിൽ അഭിനയിക്കും, അല്ലെങ്കിൽ ചില ദിവസം നമ്മൾ ജയിലിൽ പോയി കിടക്കുന്ന സീന്. ഞാൻ പറയും, ഇത് യോഗങ്ങൾ ഇങ്ങനെ തീർന്നു പോണു എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്.